നടക്കാൻ പോകുന്നത് പൈതൃക സമ്മേളനമോ അതോ സഭാമക്കളെ തൂക്കി വിൽപ്പനയോ? ഈ വരുന്ന ഫെബ്രുവരി 25-ാം തീയതി ഞായറാഴ്ച കോട്ടയത്ത് ഓർത്തഡോക്സ് സഭ പൈതൃക സമ്മേളനം എന്ന പേരിൽ തിടുക്കപ്പെട്ട് പരമാവധി വിശ്വാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സമ്മേളനം നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ സമ്മേളനത്തിന് കാനൂനികമായോ സഭയുടെ ചരിത്രപരമായോ കൗദാശികപരമായോ എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ? ഇല്ലേ ഇല്ല. മാർത്തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് ആധികാരികമായ എന്തെങ്കിലും തെളിവുകൾ ഇവരുടെ പക്കലുണ്ടോ? ഇല്ലേ ഇല്ല. മുമ്പുകാലത്ത് സഭ ഇത്തരം സമ്മേളനങ്ങളെയും പ്രകടനങ്ങളെയും ആഘോഷങ്ങളെയും ആർഭാടങ്ങളെയും ഒക്കെ അംഗീകരിക്കുകയും അനുവദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇല്ല എന്ന് മാത്രമല്ല, കർശനമായി വിലക്കിയിരുന്നു. ഈ സമയം പ്രാർത്ഥനയും ഉപവാസവുമായി കഴിഞ്ഞുകൂടണമെന്ന് സഭാപിതാക്കന്മാർ നിഷ്കർഷിക്കുകയും ചെയ്തിരുന്നു. പിന്നെ സഭയുടെ പൈതൃകമറിയാത്ത പിന്നാമ്പുറത്തുകൂടി കയറി വന്ന ഈ വാഴൂർ മത്തായി പിന്നെ എന്ത് പൈതൃക സമ്മേളനമാണ് നടത്തുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. തിരഞ്ഞെടുപ്പ് കാലഘട്ടമാകുമ്പോൾ ചില പിന്നോക്ക വിഭാഗങ്ങളിലെ നേതാക്കൾ മഹാസമ്മേളനം, മഹാസഭയുടെ സമ്മേളനം എന്നൊക്കെ പറഞ്ഞ്, ലയന സമ്മേളനം, ഐക്യദാർഢ്യ സമ്മേളനം എന്നൊക്കെ പറഞ്ഞ് വലിയ സംഗമങ്ങളും സമ്മേളനങ്ങളും ഒക്കെ നടത്തും. ഇതൊരു തരം മസിൽ ഷോയാണ്. ഞങ്ങളുടെ കൂടെ ഇത്രയും പേരുണ്ട്, വേണ്ട പോലെ ഗവനിച്ചാൽ, ഡീലാക്കിയാൽ തിരിച്ചും സ്മരണയുണ്ടാകും എന്ന്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം എങ്ങനെയൊക്കെ കൊഴുപ്പിക്കുവാൻ സാധിക്കുമോ അങ്ങനെയെല്ലാം കൊഴുപ്പിക്കും. ആൾ കൂടുവാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം കാട്ടിക്കൂട്ടും. ഈ പരിപാടിയിലൂടെ ആരെയാണോ ലക്ഷ്യം വെക്കുന്നത് അവരെ മുഖ്യാതിഥികളായി ക്ഷണിക്കും, വേദിയിലിരുത്തും. അപ്പോൾ അവർക്ക് നേരിട്ടൊരു വിലയിരുത്തൽ നടത്താമല്ലോ. മാർക്കിടുവാൻ വരുന്നവർ ആരാണെന്ന് നോക്കിയാൽ മാത്രം മതി, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. വാഴൂർ മത്തായി വരുന്ന ഞായറാഴ്ച കോട്ടയത്ത് നടത്തുന്നത് പൈതൃക സമ്മേളനമല്ല എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഓർത്തഡോക്സ് വിശ്വാസികളുടെ തലയെണ്ണി ഡീൽ ഉറപ്പിക്കുവാനുള്ള ഒരു പണിയാണ് ഇയാൾ നടത്തുന്നത്. പരിപാടിയിൽ നല്ല പങ്കാളിത്തമുണ്ടായി അവർ അനുസരണ കുഞ്ഞാടുകളായി കീ വിളിച്ചുകൊണ്ട് തലയിൽ തുണിയുമിട്ട് കുനിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ മതിക്കുവാൻ വരുന്നവർക്ക് ഒരു തോന്നലുണ്ടാകും, കൊള്ളാം, ഈ മുണ്ണക്കുഞ്ഞുങ്ങൾ ഇതുപോലെ പമ്മി നിൽക്കുന്നവരാകുമ്പോൾ സമുദായ നേതൃത്വം പറഞ്ഞാൽ ഇവർ അപ്പാടെ അനുസരിക്കും, വോട്ട് മറിക്കും എന്ന് വിശ്വസിക്കും. മൊത്തത്തിൽ തപ്പിപ്പറിക്കിയാൽ ഒരു 2-2.5 ലക്ഷം പേരേ ഉള്ളൂ എങ്കിലും ഞങ്ങളൊരു 25 ലക്ഷത്തിനടുത്ത് ആളുകൾ ഉണ്ടെന്നങ്ങ് തട്ടിവിടും. ഉണ്ടെന്നോ ഇല്ലെന്നോ തെളിയിക്കുവാൻ പറ്റുന്ന ഒരു രേഖ ഇവിടെ ആരുടെയും കയ്യിലും ഇല്ല എന്നതാണ് സത്യം. ഏതാണ്ട് മാർത്തോമാ ശ്ലീഹ വന്നെന്നും ഇല്ലെന്നും പറയുന്നത് പോലെ രണ്ടു കൂട്ടർക്കും തെളിയിക്കുവാൻ യാതൊരു രേഖകളുമില്ല. സമ്മേളനം കളർഫുള്ളായാൽ മിനിമം 10 കോടിക്കും 20 കോടിക്കും ഇടയിലുള്ള ഒരു തുകയ്ക്ക് ഡീൽ ഉറപ്പിക്കും. അത് അതീവ രഹസ്യമായി ഏതെങ്കിലും ഒരു ഖനി മുതലാളിയുടെ, അല്ലെങ്കിൽ ക്വാറി മുതലാളിയുടെ, അല്ലെങ്കിൽ അബ്കാരിയുടെ, അല്ലെങ്കിൽ സ്വർണ്ണ കച്ചവടക്കാരൻ്റെ ഗോഡൌണിൽ നിന്ന് നല്ല നോട്ടുകെട്ടുകളായി സഭയുടെ ആസ്ഥാനത്തെത്തും. സേവന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു കൈത്താങ്ങായി. നേർച്ചപ്പെട്ടിയിൽ പണം വീണ് കഴിഞ്ഞാൽ പിന്നെ അത് പരിശുദ്ധമാകും. ശുഭം. മുണ്ണക്കുഞ്ഞുങ്ങൾ കീ വിളിച്ച് കുരിശു വരച്ച് വീട്ടിൽ പോകും. നമ്മുടെ പോക്കറ്റിൽ കിട്ടിയ കാശ് കിടക്കും. അത്ര തന്നെ. ഇതൊന്നും അറിയാതെ വെറും മുണ്ണകളായ കുഞ്ഞാടുകൾ ഇല്ലാത്ത പൈതൃകം പറഞ്ഞ് പലതരത്തിൽ തുള്ളിച്ചാടി കീ വിളിച്ച് പറയുന്നത്, ഈ കീ വിളിക്കുന്നതല്ലാതെ ഇവർക്ക് എന്തെങ്കിലും വിളിച്ചു പറയാനുണ്ടോ? ഈ പൈതൃകം എന്ന് പറയുന്നത് ഇവരെ ഒരുമിപ്പിക്കുവാനുള്ള എന്തോ വലിയൊരു സംഭവമാണ് എന്ന് തോന്നിപ്പിക്കുവാനുള്ള ഒരു ഇര മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഈ സഭയ്ക്ക് കഴിഞ്ഞ ഒരു 25 കൊല്ലം ഈ സമൂഹത്തിന് വേണ്ടി ചെയ്ത എന്തെങ്കിലും ഒരു നന്മകൾ വിളിച്ചു പറയാനുണ്ടോ? എന്നാൽ ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ നാറ്റിച്ച എത്ര കേസുകൾ ഇവരുടെ മാത്രം സംഭാവനയാണ്. കുമ്പസാരപീഡനം, പള്ളിപിടുത്തം, മൃതദേഹത്തെ അപമാനിക്കൽ, പള്ളികളുടെ പേരിൽ തെരുവിലടി, 82-കാരനായ റംബാൻ 10 വയസ്സുകാരിയെ പീഡിപ്പിച്ചതിന് ഇപ്പോഴും കാക്കനാട് ജയിലിൽ ഉണ്ടനിന്നുകൊണ്ടിരിക്കുകയാണ്. ഹൂത്തോമോ പാതിരി ഇപ്പോൾ പാമ്പാടി അഭയഭവനിൽ കിടന്ന് പുളയ്ക്കുന്നു. ഇനി ഈ സമുദായത്തിൻ്റെ യഥാർത്ഥ പൈതൃകം എന്താണെന്ന് നമുക്ക് നോക്കാം. മാർത്തോമാ ശ്ലീഹ സൃഷ്ടിച്ചതാണോ ഇവരെ? ആണോ? അല്ല. ഇവർ എവിടെ നിന്ന് വന്നവരാണ്? യെരുശലേമിൽ നിന്നോ, സീമേന്നോ, അന്ത്യോക്കയിൽ നിന്നോ, കപ്പദോക്കയിൽ നിന്നോ? അല്ല. ഇവരുടെ പൂർവികർ എവിടെയുള്ളവരായിരുന്നു? ഇവിടെ ജീവിച്ചിരുന്ന വെറും സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾ. അവർ ആരായിരുന്നു? പഴയ ബ്രാഹ്മണർ, ക്ഷത്രിയർ,
വൈശ്യർ, ശൂദ്രർ, ഇതിൽ നസ്രാണികൾ എന്നൊരു വിഭാഗം അന്നുണ്ടായിരുന്നു? ഇല്ല. ക്രിസ്തു സന്ദേശം കേരളത്തിൽ ആദ്യം എത്തിച്ചത് യേശുക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ തോമസ് ലീഗ ആണെന്നാണ് പാരമ്പര്യം. യാതൊരു ചരിത്രരേഖയുമില്ല എന്നോർക്കണം. ക്രിസ്തുവർഷം 52 കേരളത്തിലെത്തിയ അദ്ദേഹം ഇവിടെ 7.5 പള്ളികൾ സ്ഥാപിച്ചതായും അവകാശപ്പെടുന്നു. തെളിവുകളൊന്നുമില്ല, വിശ്വസിക്കപ്പെടുന്നു. പേർഷ്യക്കാർ, യൂറോപ്യന്മാർ തുടങ്ങി നിരവധി ക്രിസ്തീയ വേദപ്രചാരകർ പിൽക്കാലത്ത് കേരളത്തിലെത്തി മതപ്രചരണം നടത്തുകയും അനേകർ ക്രിസ്തുമതത്തിലേക്ക് വരികയും ചെയ്തു. ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം, ജാതിമത വർണ്ണവരികൾ കൊണ്ട് ഭ്രാന്താലയം എന്നാണ് സ്വാമി വിവേകാനന്ദനെ പോലെയുള്ളവർ കേരളത്തെ വിശേഷിപ്പിച്ചിരുന്നത്. ക്രിസ്തുമതത്തിലേക്ക് ഏറ്റവും കൂടുതൽ കൺവേർഷൻ നടന്നത് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. മുലക്കരം കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെയും ആട്ടുംതുപ്പും തൊട്ടുകൂടായ്മയും തീണ്ടലും ഒക്കെ കൊണ്ട് മനസ്സുമടുത്ത് അതിൽ നിന്ന് മോചനം നേടുവാൻ പലരും അന്ന് ക്രിസ്തുമതം സ്വീകരിച്ചു. ഇന്ന് വലിയ സുറിയാനി, മലങ്കര നസ്രാണി പാരമ്പര്യം പറയുന്നവർ പറയുന്നത് ഞങ്ങൾ കാളിയാങ്കൽ, പകലോമറ്റം, ശങ്കരപുരി ഇല്ലങ്ങളിൽ നിന്ന് നേരിട്ട് മാമോദിസ മുങ്ങി വന്നവരാണെന്നാണ് കോപ്പ. അങ്ങനെയുണ്ടെങ്കിൽ വളരെ ചുരുക്കം ആളുകൾക്ക് ഈ പൈതൃകം അവകാശപ്പെടാൻ പറ്റൂ. ഇന്ന് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സമുദായത്തിൻ്റെ ഒരു 3 തലമുറ പരിശോധിച്ചാൽ നല്ലൊരു ശതമാനവും തെക്കൻ മേഖലകളിൽ ഈഴവ വിഭാഗത്തിൽ നിന്നും, വടക്കൻ മേഖലകളിൽ തീയ വിഭാഗത്തിൽ നിന്നും, പിന്നെ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നും മതപരിവർത്തനം ചെയ്ത് വന്നിട്ടുള്ളവരാണെന്ന് മനസ്സിലാക്കാം. ഇന്ന് കാണുന്ന മത്തായിയുടെ വല്യപ്പൻ്റെ അപ്പൻ ശങ്കരനോ പുഷ്പനോ നടേശനോ ഒക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ ചിണ്ടനോ ചിരിതയോ ചേക്കുവോ ഒക്കെ ആയിരിക്കാം. ചിരിത പിന്നീട് വത്സമ്മയായി മാറി. പിന്നെ എടുക്കാൻ വയ്യാത്ത സുറിയാനി പൈതൃകമായി, പാരമ്പര്യമായി. ഈ പൈതൃകത്തിന് എത്ര വർഷത്തെ പഴക്കമുണ്ട്? സഭയുടെ അധ്യക്ഷനെ തന്നെ നോക്കിയിട്ട് സത്യസന്ധമായി ഒന്ന് ചിന്തിച്ചാൽ ഞാൻ ഈ പറഞ്ഞ ചരിത്ര പശ്ചാത്തലത്തിൻ്റെ ജീവിക്കുന്ന നിരസാക്ഷ്യം കാണാം. ഞാൻ ഈ പറഞ്ഞതിനെ ഖണ്ഡിക്കുവാൻ പ്രാപ്തിയുള്ള ഏതെങ്കിലും ഒരു ഓർത്തഡോക്സുകാരൻ ഇതിനപ്പുറത്തേക്ക് ഒരു പൈതൃകം അവകാശപ്പെടുവാൻ പറ്റുന്നവർക്ക് മുന്നോട്ട് വരാവുന്നതാണ്. ചരിത്രപരമായ തെളിവുകൾ നിരത്തി ഞാനത് സമർത്ഥിക്കുവാൻ തയ്യാറുമാണ്. കൂടുതൽ ഞാൻ ഇതിലൂടെ വിശദീകരിക്കുവാൻ പോയാൽ പലരും പോയി ചത്തുകളയും. അതുകൊണ്ട് നല്ല മതിപ്പ് കിട്ടണമെങ്കിൽ നല്ല ചട്ടയും മുണ്ടുമൊക്കെ ഉടുത്ത് പരമാവധി ആളുകളെ കൂട്ടി ഞായറാഴ്ച ജാഥയ്ക്ക് പോയാട്ടെ, കീ വിളിച്ചാട്ടെ. പക്ഷെ ഒരു കാര്യം മനസ്സിൽ വേണം, ചുമ്മാ കീ വിളിച്ചു പോകുമ്പോൾ ചരിത്രമറിയാവുന്ന ആളുകൾ ഇവിടെ ഉണ്ട് എന്ന ബോധം മനസ്സിലുണ്ടാവണം. അവസാനമായി ഒരു കാര്യം കൂടി, ഇവിടെ ഈ പൈതൃക സമ്മേളനത്തിൽ എവിടെയെങ്കിലും നമ്മുടെ ക്രിസ്തുവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടോ? അപ്പോൾ ഇത് ആരുടെ പൈതൃകമാണ്? ക്രിസ്തുവിൻ്റെയോ സാത്താൻ്റെയോ? ഇല്ല. ഞങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിക്കില്ല, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ജയ് കാതോലിക്കോസ്. അപ്പോൾ ശരി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.